മക്കളെ, നമ്മളിന്ന് പൈതൽ ചൽത്താ ഹുവ ആത്മീ എന്ന കവിതയിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്താലാപമാണ് നോക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമ്മൾ പൈതൽ ചൽത്താ ഹുവ ആത്മീയിൽ പഠിച്ചതാണ്. കാറിലിരിക്കുന്ന ആളുകൾ, നടന്നു പോകുന്ന ആളുകളെ എന്ത് ചെയ്യാണ്? വെറുപ്പോട് കൂടി നോക്കുകയാണ് അല്ലേ. അത് കണ്ടിട്ട് മറ്റൊരു കാറിലിരിക്കുന്ന രണ്ട് പേര് തമ്മിൽ സംസാരിക്കുകയാണ്. അത് കണ്ടിട്ട് മറ്റു രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ വാർത്താലാപം വരുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് കണ്ട് മറ്റു രണ്ട് പേരെന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അതിനെക്കുറിച്ചിട്ട് നമ്മൾ വാർത്താലാപം തയ്യാറാക്കിയത് നോക്കാം. രാം ദേഖോ കിത്തനെ ലോഗ് പൈദൽ ചൽത്തെ ഹേ, നോക്കൂ എത്രമാത്രം ആളുകളാണ് നടന്നു പോകുന്നത്. ഗോപാൽ മേം ബി യഹി സോച്ച് രഹാദ. അപ്പോൾ ഗോപാൽ എന്താ പറയുന്നത്? ഞാനും അത് തന്നെ ചിന്തിക്കുകയായിരുന്നു. ഹമേ ഉൻക ആദർ കർണാ ചാഹിയെ, നമ്മൾ അവരെ ആദരിക്കണം. അവർ പൊരി വെയിലിൽ, കൊടും വെയിലിൽ ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് നടന്നു പോവാണ്. കാറിൽ AC ഇരിക്കുന്നവർക്ക് ആ വെയിൽ കൊണ്ട് പോകുന്നവരുടെ പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ രണ്ട് പേര് പറയാണ് അവരെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. ലേക്കിൻ കുച്ച് ലോഗ് ഉസേ ഘൃണാക്കി ദൃഷ്ടി സേ ദേഖ്തേ ഹേ, പക്ഷേ കുറച്ച് ആളുകൾ അവരെ വെറുപ്പോടു കൂടിയാണ് നോക്കുന്നത്. ജയ്സേ കിസി ദൂസരി ദുനിയാസേ ആയേ ഹോ, അവർ മറ്റേതോ ലോകത്തുനിന്ന് വന്നതുപോലെ. എങ്ങനെയാണ്? മറ്റേതോ ലോകത്തുനിന്ന് വന്നതുപോലെ അവരെ വളരെയധികം വെറുപ്പോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. അഗർ വേ അന്ന പൈദാ കർണ ബന്ദ് കിയാ തോ ക്യാ ഹോഗ, പക്ഷേ അവർ അന്നം ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിവെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവർ അന്നം ഉൽപ്പാദിപ്പിക്കുന്നവരാണ് അല്ലേ. അന്നം ഉണ്ടാക്കുന്നത്, വിളവുണ്ടാക്കുന്നത് അവരാണ്. ആ വിളവുണ്ടാക്കുന്ന ജോലി നിർത്തിവെച്ചു എന്ന് കരുതുക. അപ്പം എന്തായിരിക്കും സംഭവിക്കുക? ഹം സബ് ഭൂക്കോ മർ ജായേഗെ, നമ്മളെന്താവും? നമ്മളെല്ലാവരും വിശന്ന് മരിക്കും. ഭൂക്കോ മർ ജായേങ്കെ, നമ്മളെല്ലാവരും വിശന്ന് മരിക്കും. വേ മക്കാൻ ബന്ന ബന്ദ് കിയാത്തോ, അവർ കെട്ടിടം നിർമ്മിക്കുന്നത് നിർത്തിവെക്കുകയാണെങ്കിലോ? മക്കാൻ പറഞ്ഞാൽ കെട്ടിടം, ബന്ന നിർമ്മിക്കുക. അവർ കെട്ടിടം നിർമ്മിക്കുന്നത് നിർത്തിവെക്കുകയാണെങ്കിലോ? അപ്പോൾ ഗോപാൽ എന്താ പറയുന്നത്? ഹമേ കഹിയം സിർ ചിപ്പാനേക്ക് ജഗഹ് നഹി മിലേഗ, നമുക്ക് തല ചായ്ക്കാൻ ഒരിടം പോലും ഉണ്ടാവുകയില്ല. ലേക്കിൻ ആജ് കൽ ലോഗ് തോ ഗമണ്ഡി ഹേ, രാം പറയാണ് പക്ഷേ ഇക്കാലത്തുള്ള ആളുകളെല്ലാം ഗമണ്ഡികളാണ്, അഹങ്കാരികളാണ്. ഈ കാലത്തെ ആളുകളെല്ലാം എങ്ങനെയുള്ളവരാണ്? അഹങ്കാരികളാണ്. ഉനേ അസലിയത്ത് കെ ബാരെ മേ സോച്ന ചാഹിയെ, അവര് യാഥാർത്ഥ്യത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കണം. യാഥാർത്ഥ്യം എങ്ങനെയാണ് എന്നുള്ളവർ ചിന്തിക്കണം. അത് അവർ ചെയ്യുന്നില്ല അല്ലേ. അവരൊക്കെ എങ്ങനെയുള്ളവരാണ്? ഗമണ്ഡികളാണ്, അഹങ്കാരികളാണ്. ഗോപാൽ ബിൽക്കുൽ ടീക്ക് ഹേ, തികച്ചും ശരിയാണ് നീ പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെ ആ രണ്ട് പേര് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ട വാർത്താലാപ്. ഇത് എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.